മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഇട്ടി വർഗീസ് കല്ലിശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം എല്ലാ ബുധനാഴ്ച തോറും പുറപ്പാട് പുസ്തകം ഒരധ്യായത്തിൽ നിന്ന് ഒരു ചിന്ത എന്ന നിലയിൽ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ തുടർച്ചയായിട്ട് 15-ാം അധ്യായത്തിൻ്റെ 23, 25 വാക്യങ്ങൾ വായിക്കുന്നു. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 15 വേഴ്സസ് 23 and 25. മാറയിൽ എത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. 25-ാം വാക്യം. അവൻ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. ഇസ്രായേൽ മക്കളുടെ മരുഭൂപ്രയാണത്തിൽ അവർക്കത് കഠിനമായി തോന്നിയ ഒരു പ്രതികൂലമായിരുന്നു ചെങ്കടൽ എന്നുള്ളത്. അത് കടക്കുവാൻ ദൈവം അനുവദിച്ചതാണല്ലോ 14-ാം അധ്യായത്തിൻ്റെ പ്രതിപാദ്യം. ഇക്കരെത്തിയ ദൈവജനം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, എല്ലാ ബഹുമാനവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. അതാണ് 15-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. തുടർന്നവർ മാറയിലെത്തി. അവിടെ വെള്ളം കുടിക്കുമ്പോൾ കയ്പുള്ളതായിരുന്നു. അത് മറ്റൊരു പ്രതികൂലമാണ്. നാം വായിക്കുന്നത് 24-ാം വാക്യത്തിൽ അവർ പെറുപുറുത്തു. നിശ്ചയമായിട്ടും ഒരു പെറുപുറുപ്പ് ആവശ്യമില്ലായിരുന്നു. കാരണം 12, 13, 14 അധ്യായങ്ങൾ വായിച്ചാൽ ദൈവം അവരെ വിടുവിച്ച് നടത്തിയ വഴികൾ, സംരക്ഷിച്ച് നടത്തിയ വഴികൾ അത്ഭുതകരമായിരുന്നു. ചെങ്കടൽ കടത്തി ഇക്കരെ കൊണ്ടുവന്നു. പിന്നാലെ വന്ന ശത്രുക്കളെ പരിപൂർണമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. എന്തെല്ലാം കാര്യം ദൈവം അവർക്ക് നന്നായി ചെയ്തു കൊടുത്തു. എന്നിട്ടും അവർ പെറുപുറുത്തു. പക്ഷേ ദൈവം അവർ കാണിച്ചു കൊടുത്ത വൃക്ഷത്തിലൂടെ ആ കയ്പുള്ള വെള്ളത്തെ മധുരമാക്കി തീർത്ത് അവർ തൃപ്തരായി. എന്നാൽ 25-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം പറയുന്നത് അവിടെ വെച്ച് അവനവരെ പരീക്ഷിച്ചു എന്ന. അപ്പോൾ ദൈവം അവരെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു. ഞാനിവരെ എത്രത്തോളം അത്ഭുതകരമായിട്ട് വഴി നടത്തിയിട്ട് ഒരു പ്രതികൂലം വരുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കും എന്നറിയേണ്ടതിനായിട്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആർക്കും ചെയ്തു തരാൻ കഴിയാത്ത രക്ഷ എന്ന കാര്യം, ആത്മരക്ഷ എന്ന കാര്യം തമ്പുരാൻ സാധിപ്പിച്ചു തന്നു. അത് അസാധ്യമെന്നാണ് നാം 49-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. അത് ദൈവം സാധ്യമാക്കി തന്നു തൻ്റെ പുത്രനിലൂടെ. റോമാലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിയാതെ ഏൽപ്പിച്ചു തന്ന പിതാവ് അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ നൽകുമെന്ന് അതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുന്ന സകല വിഷയങ്ങളും, കഷ്ടം, രോഗം, പ്രതികൂലം, പ്രയാസം, ദാരിദ്ര്യം, ആഗ്രഹിക്കാത്ത തിന്മ എന്തുമാകട്ടെ, അതെല്ലാം രക്ഷിക്കപ്പെടുക എന്ന വിഷയത്തിലും എത്രയോ ചെറുതാണ്. വലിയ കാര്യം സാധിപ്പിച്ച കർത്താവ് ചെറിയ കാര്യങ്ങൾ സാധിപ്പിക്കില്ലയോ? സാധിപ്പിക്കും, നിശ്ചയമായി സാധിപ്പിക്കും. മാത്രമല്ല, രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചാൽ അളവറ്റ നന്മകൾ നമ്മൾ അനുഭവിച്ചു. അർഹതയില്ലാത്ത നന്മകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ഒരു പ്രതികൂലമായിട്ട് ഒരു രോഗമോ, ഒരു കഷ്ടമോ, ഒരു പ്രതികൂലമോ, ഒരു ദാരിദ്ര്യമോ, ആഗ്രഹിക്കാത്ത തിന്മയോ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് കളവായി ചില കാര്യങ്ങൾ പറയുകയോ എന്തെങ്കിലും സംഭവിച്ചാൽ
പെട്ടെന്ന് പതറിപ്പോകുന്ന പിറുപിറുക്കുന്ന ഒരു പ്രകൃതം വിശ്വാസികൾക്കുണ്ട് എന്നുള്ളത് ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ്. നാം വായിക്കുന്നു കൊരിന്ത്യലേഖനത്തിൻ്റെ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ, കർത്താവ് പരീക്ഷ നമുക്ക് അനുവദിക്കുമ്പോൾ നമുക്ക് സഹിക്കാവുന്നതിന് മീതെ അവൻ അനുവദിക്കുന്നില്ല. പരീക്ഷയോട് കൂടെ നീക്കുപോക്കും പോക്കുവഴിയും അവൻ ഒരുക്കുന്നു എന്ന വാക്യം. ഒരുക്കുന്നു. ഇവിടെ നമ്മൾ കണ്ടത് മാറ എന്ന് പറയുന്ന സ്ഥലത്ത് മാറയിലെ വെള്ളം അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തത്. തൊട്ടടുത്ത് അവിടെ കാണിച്ചു കൊടുത്തത് ഒരു ചെടിയല്ല, ഒരു വൃക്ഷമാണ്. ഒരു വൃക്ഷമായിട്ട് തീരണമെങ്കിൽ നാളുകൾ അഥവാ വർഷങ്ങൾ വേണ്ടി വരും. അർത്ഥാൽ വർഷങ്ങൾക്ക് മുമ്പ് പരിഹാരമാർഗം ഒരുക്കി വെച്ചിട്ട് കർത്താവ് അവരെ അങ്ങോട്ട് നടത്തി കയ്പുള്ള വെള്ളത്തിലേക്ക് ആനയിച്ചു. കയ്പുള്ള വെള്ളം രുചിച്ച് നോക്കിയിട്ട് തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കേണ്ടതായിരുന്നു. കർത്താവേ, ഇത്രയും നാൾ നീ ഞങ്ങളെ നടത്തി, ഇപ്പോൾ വേണ്ട കയ്പിൻ്റെ അനുഭവം സഹായിക്കണമേ എന്ന് പറയേണ്ടതിന് പകരം പിറുപിറുത്തു. അപ്പോൾ കർത്താവിന് മനസ്സിലായി ഈ ജനം എത്ര നന്മ അനുഭവിച്ചാലും പിറുപിറുക്കുന്നവരാണെന്ന്. നമ്മുടെ പിറുപിറുപ്പ് കയ്പിൻ്റെ പരിഹാരത്തിന് ഒരു തടസ്സമായി തമ്പുരാൻ കണ്ടില്ല. പറഞ്ഞു മോശയോട്, ആ വൃക്ഷം വെട്ടിയിട്ടാൽ മതി, കയ്പ് മധുരമായി തീരും. വൃക്ഷം വെട്ടിയിട്ടു, കയ്പുള്ള വെള്ളം മധുരമായി തീർന്നു. വെള്ളം കുടിച്ച് തൃപ്തിയോടെ അവർ ജീവിച്ചു. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ദൈവം അറിയാതെയും അനുവദിക്കാതെയും ഒന്നും സംഭവിക്കുന്നില്ല. അത് നമ്മളെ പരീക്ഷിക്കുന്നെങ്കിൽ നമുക്ക് കഴിയുന്നതിന് മീതെ, സഹിക്കാവുന്നതിന് മീതെ ഒന്നും അനുവദിക്കുകയില്ല. അതുമാത്രമല്ല, പരിഹാരമാർഗം ഒരുക്കി വച്ച ശേഷമേ നമ്മളെ ആ കഷ്ടത്തിലെയോ പ്രയാസത്തിലോ പ്രതികൂലത്തിലോ ബുദ്ധിമുട്ടിലോ കർത്താവ് നയിക്കുകയുള്ളൂ. ഒരുക്കി വച്ച ശേഷം. വൃക്ഷം എന്ന് പറയുന്നത് കയ്പുള്ള വെള്ളത്തിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. തൊട്ടടുത്ത്, ദൂരെയെങ്കിലും പോകണ്ട. നാം വായിക്കുന്ന സങ്കീർത്തനത്തിൽ നമ്മുടെ കർത്താവ് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. സ്വന്തം ഭാര്യയ്ക്കോ സ്വന്തം ഭർത്താവിനോ പോലും നമ്മളെ സഹായിപ്പാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം, ചില അവസ്ഥയിൽ കൂടെ കടന്നു പോയേക്കാം. അപ്പോഴും കഴിയുന്ന ഒരുവനുണ്ട്, അതാണ് കർത്താവ്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. ജീവിതത്തിലെ കയ്പേറിയ അനുഭവങ്ങളെ മധുരമാക്കി തീർക്കുവാൻ കഴിയുന്നത് കർത്താവിന് മാത്രമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച നന്മകൾ ഓർത്ത് ഇപ്പോഴത്തെ പ്രതികൂലമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പരാതി പറയാനോ പിറുപിറുക്കാനോ നമുക്ക് അവകാശമില്ല. നിശ്ചയമായിട്ട് കർത്താവിൻ ശരണപ്പെട്ട് പ്രാർത്ഥിച്ച് ബലപ്പെട്ട് പരിഹാരം കണ്ടെത്തി തൃപ്തിയോടെ ജീവിപ്പാനായിട്ട്, മനുഷ്യർക്ക് ആശ്വാസമായി ജീവിപ്പാനായിട്ട് ഈ ചിന്ത മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.